മുരുകൻ സാറിൻ്റെ കാവ്യജീവിതത്തിലെ അവിസ്മരണീയമായ കണ്ണട എന്ന കവിതയുടെ 25ാം വാർഷികാഘോഷ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് IB സതീഷ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള സാഹിത്യ, സാമൂഹിക, സിനിമാ രംഗത്തെ പ്രശസ്തരായിട്ടുള്ള ബഹുമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘമായിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാനും കരുതുന്നില്ല. മുരുകൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു കവിയാണ്, ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ എപ്പോഴും എല്ലാ സമ്മേളനങ്ങളിലും പറയാറുള്ള ഒരു പ്രത്യേകത, താൻ എഴുതിയ കവിതകൾ മനോഹരമായി സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ, തൊഴിലാളികൾക്കും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അത്യുച്ചത്തിൽ ചൊല്ലിക്കേൽപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത കവിയാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാരും കലാകാരന്മാരും പലപ്പോഴും നിഷ്പക്ഷതയിലേക്ക് പിൻവലിയുന്നത് നമുക്ക് കാണാറുണ്ട്. ആ ഘട്ടത്തിൽ മുരുകൻ സാറ് കൃത്യമായും അദ്ദേഹത്തിൻ്റെ പക്ഷം വ്യക്തമാക്കാനും അതിനുള്ള ന്യായീകരണങ്ങളും കാരണങ്ങളും പൊതുസമൂഹത്തോട് പറയാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതാ രചനയിലും അത് പ്രകടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം ലോകത്താകെയുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഇന്ന് ഇത്രയും ഒരു മഹാസമ്മേളനം. അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ, ലോകത്താകെയുള്ള അഭ്യുദയകാംക്ഷികൾ ഇവിടെ സംഗമിച്ച്